ഗുരുവായൂർ നഗരസഭയിൽ റോഡ് ഉദ്ഘാടനം വാർഡ് കൌൺസിലർമാരെ അറിയിക്കാതെ നടത്തിയെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിഷേധം കനത്തതോടെ അജണ്ട പാസാക്കി ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത അടിയന്തര കൌൺസിലിലാണ് പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചത്. വൈസ് ചെയർപേഴ്സൺ അടക്കമുള്ള കൌൺസിലർമാരെല്ലാം എത്തിയിരുന്നെങ്കിലും അരമണിക്കൂർ വൈകിയാണ് ചെയർപേഴ്സൺ എത്തിയത്. പ്രതിപക്ഷം ചെയർപേഴ്സണെ അന്വേഷിച്ചപ്പോഴാണ് റോഡ് ഉദ്ഘാടനത്തിന് പോയിരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. നഗരസഭയുടെ 6, 7, 15 വാർഡുകളിലൂടെ കടന്നുപോകുന്ന KBM റോഡ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കാനാണ് ചെയർപേഴ്സൺ പോയത്. എന്നാൽ ഈ 3 വാർഡുകളിലെയും കൌൺസിലർമാരെ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല. യോഗ നടപടികൾ ആരംഭിച്ചതോടെ 15ാം വാർഡ് കൌൺസിലർ റഷീദ് കുന്നിക്കൽ ഇക്കാര്യം ചെയർപേഴ്സന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇക്കാര്യത്തിൽ വിശദീകരണം വേണമെന്ന് 6ാം വാർഡ് കൌൺസിലർ ജലീൽ പണിക്ക് വീട്ടിലും ആവശ്യപ്പെട്ടു. ജനുവരി 25-ന് റോഡിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നുവെങ്കിലും നടത്താൻ കഴിഞ്ഞില്ലെന്നും ഇന്നത്തേക്ക് മാറ്റിവെച്ച കാര്യം അന്ന് അറിയിച്ചിരുന്നുവെന്നും ചെയർപേഴ്സൺ മറുപടി നൽകി. എന്നാൽ ചെയർപേഴ്സണ് വീഴ്ച സംഭവിച്ച കാര്യം സമ്മതിക്കാൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം തുടർന്നു. ഭരണപക്ഷം പ്രതിരോധിക്കാൻ ശ്രമിച്ചതോടെ വാക്കേറ്റമായി. ഇതിനിടെ യോഗ നടപടികൾ തുടരാൻ ശ്രമിച്ചതോടെ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, ആൻഡോ തോമസ്, നൌഷാദ് അഹമ്മോ, ജലീൽ പണിക്ക് വീട്ടിൽ, റഷീദ് കുന്നിക്കൽ എന്നിവർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം തുടർന്നു. ഇതോടെ ചെയർപേഴ്സൺ എഴുന്നേറ്റ് 415 പേർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകാനുള്ള അജണ്ട പാസാക്കിയതായി അറിയിച്ച് യോഗം പിരിച്ചുവിടുകയായിരുന്നു. ചെയർപേഴ്സൺ നീതി പാലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം മുദ്രാവാക്യം വിളി തുടർന്നതോടെ ഭരണപക്ഷം ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റുപോയി. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു.